ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യമ്മി മമ്മി റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അസൽ ഷാമി കബാബാണ്. ഷാമി കബാബ് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. സോ ഇത് മമ്മിയാണ് ഉണ്ടാക്കുന്നത്, ഞാനല്ല. ഞാൻ ക്യാമറാമാനാണ്. മമ്മിക്ക് പറയാൻ അല്പം മടിയുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. സോ റെസിപ്പിയിലേക്ക് കടക്കുന്ന മുമ്പ് നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. now നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ബീഫ് 1/2 കിലോ, കടലപ്പരിപ്പ് 125 ഗ്രാം, വെളുത്തുള്ളി 12 അല്ലി, ഇഞ്ചി 1 ഇഞ്ച് കഷ്ണം, കുരുമുളക് 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, സവാള 1 വലിയത്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യമായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബീഫെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. കഴുകി വെച്ച ബീഫാണ്. നെക്സ്റ്റ് കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് സവാള ഒന്ന് മുഴുവൻ മുറിച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ജീരകവും ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി, ഗരം മസാല ആൻഡ് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ സ്പൂൺ എടുത്തിട്ട് മിക്സ് ആയി കൊടുക്കുക. നന്നായി അങ്ങ് മിക്സ് ആയി കൊടുക്കുക. now എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയാവുന്ന പാട്ടാണിത്. വെന്തതിന് ശേഷം കുക്കർ തുറന്നിട്ട്, അഥവാ അവിടെ വെള്ളം ഉണ്ടെങ്കിൽ അത് മൊത്തം വറ്റിച്ചെടുക്കണം, ഡ്രൈ ആക്കിയെടുക്കണം. വെള്ളം ഇല്ലെങ്കിൽ യു ആർ റെഡി ടു ഗോ. ഇനി വെള്ളമൊന്നും ഇല്ലെങ്കിൽ തണുത്തതിന് ശേഷം ഇത് മിക്സിയിലിട്ട് ചെറുങ്ങനെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഹാഫ് മിക്സ് ചെയ്ത മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അല്പം കളറിനും ടേസ്റ്റിനും വേണ്ടി കൊറിയാണ്ടർ ലീവ്സ് ഓർ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് സവാള കൊത്തി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അല്പം മുളക്, ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. സോ ആ മിക്സ്ചറിനെ ബോൾ ഷേപ്പാക്കി പരത്തിയിട്ട് വെക്കുക. എന്നിട്ട് ഒരു പാൻ എടുത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനെ മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മറിച്ചിടാൻ സമയമായി. ഒന്നൊന്നായിട്ട് മറിച്ചിടുക. കരിയാതെ സൂക്ഷിക്കണം. അത് കഴിഞ്ഞ് 2 സ്ഥലവും നന്നായി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൽ ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. നന്നായി ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാനേ ബാക്കിയുള്ളൂ. സോ ഗായ്സ്, നമ്മുടെ ടേസ്റ്റി ഷാമി കബാബ് റെഡിയായി. പിന്നെ വീഡിയോ കഴിയും മുമ്പ് എനിക്ക് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. സോ എനിക്കും കൂടി ഒരു ആർട്ട് ചാനലുണ്ട്. അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്
ആൾ നോട്ടിഫിക്കേഷൻസ് ബട്ടൺ ഓൺ ആക്കണേ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.